ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പായസം, അവൽ കൊണ്ടൊരു പായസമാണ്. അപ്പോൾ എങ്ങനെയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഒരു പായസം അവൽ കൊണ്ട് ഉണ്ടാക്കുന്നത് വേണ്ട ഒരു 5-10 മിനിറ്റ് കൂടുതൽ വേണ്ടതാണ് സമയം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതേ ഇവിടെ നമ്മുടെ സാധാരണ അവലില്ലേ, നമ്മുടെ ചുവന്ന കളറുള്ള അവൽ, ഇതേ ഈ കപ്പിന് ഒരു 2.5 കപ്പ് അവൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനിതേ നമ്മുടെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ വറുത്തൊന്നുമല്ല, നമ്മുടെ ഇത് തന്നെ ഇതുണ്ടോ, പച്ച അവല കേട്ടോ, വറുത്തിട്ടൊന്നുമില്ല, വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ പായസത്തിനല്ലേ. ഞാനിത് ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ ഇത് അങ്ങ് ഒഴിച്ച് കൊടുത്തു നമ്മുടെ ഈ അവലിനകത്തേക്ക്. ഇനി അതിനകത്തേക്ക് നമ്മൾ ഒരു അരപ്പാത്രം പാലും കൂടി അങ്ങോട്ട്, 2ാം പാലാണ്, നമ്മൾ 2 തേങ്ങയാണ് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്, അതിൻ്റെ പാലാണ് ഈ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. 2.5 പാത്രം പാലൊഴിച്ച് കൊടുത്തു. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിക്കാവേ. തീ കത്തിച്ച് കൊടുത്ത് നമ്മുടെ ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്, നമ്മുടെ ഉരുളി അടുപ്പേ വെച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് തീ കത്തിച്ച് കൊടുക്കാവേ. അപ്പം തീയൊക്കെ കത്തിച്ചു. ഇത് നമ്മൾ മൺചട്ടിക്കകത്താണ്, മണ്ണുരുളിക്കകത്താണ് നമ്മളിന്ന് പായസം വെക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ തേങ്ങാപ്പാലിനകത്തേക്ക് ഇട്ടപ്പോഴത്തേക്ക് അതങ്ങ് നല്ലപോലെ ഒന്ന് കുതിർന്നു. ഇത് വറുത്തിട്ട് ചെയ്യുന്നവരുണ്ട്, വേണമെങ്കിൽ വറക്കാം, പക്ഷെ നമ്മൾ പച്ചയ്ക്കാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തയ്യാറാക്കാം, 10 മിനിറ്റ് പോലും വേണ്ട അവൽപ്പായസം റെഡിയാക്കാൻ. ഏതവലെടുക്കുക, നമ്മുടെ ഇവിടെ ഇരിക്കുന്നത് ചുമല മട്ടയുടെ അവലാണ്, അതുകൊണ്ടാണ്. അതുപോലെ നമ്മുടെ അവൽ നോക്കി നല്ലപോലെ നമ്മുടെ തേങ്ങാപ്പാലിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പയ്യെ തിക വരാൻ തുടങ്ങുന്നുള്ളൂ. നമ്മൾ ചട്ടി ആയതുകൊണ്ട് ചൂടായി വരാനായിട്ട് പാടായിരിക്കും. ചൂടായി കഴിയുമ്പോൾ പിന്നെ ആ ചൂട് പോകാനും പെട്ടെന്നൊന്നും ചൂട് പോവുകയല്ല. അപ്പം നമുക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ. നമ്മളിതിനകത്തുനിന്ന് കൈയെടുക്കാൻ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ അവൽ നോക്കിക്കാൻ നല്ലപോലെ കുതിർന്നു, ഈ തേങ്ങാപ്പാലിനകത്ത് നല്ലപോലെ കുതിർന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് അടിക്ക് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് വേണം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പം അവൽ നല്ലപോലെ അങ്ങ് വെന്തോളും. നമ്മുടെ വെള്ളത്തിനകത്തിപ്പോൾ നല്ലപോലെ അങ്ങ് നല്ലപോലെ അലിഞ്ഞ് കുറുകി വന്നിട്ടുണ്ടേ. അപ്പോൾ ഇത് കൈയെടുക്കാൻ നമ്മളിങ്ങനെ ഇളക്കി വേണം നമുക്കിത് തിളപ്പിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ അവലും തേങ്ങാപ്പാലും കൂടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതുണ്ടോ, മറ്റുള്ള പാത്രമൊക്കെയാണ് ഇപ്പോൾ പണ്ടേ നമ്മുടെ പായസം റെഡിയായി കഴിഞ്ഞു. ചട്ടി ആയതുകൊണ്ട് കേട്ടോ ചൂടാകാനായിട്ടുള്ള താമസം. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാവേ. ഞാനൊരു 1/4 കിലോയുടെ ഒരു ശർക്കരയുടെയാണ് ഇത് കൊണ്ട് ഉരുക്കി വെച്ചിരിക്കുന്നത്. ഞാനത് ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി മധുരമായി പോയാൽ നമ്മുടെ പായസം നമുക്കങ്ങ് കുടിക്കാൻ പറ്റില്ല. എന്താ പറയുക, മക്ക് പിടിക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെ ആയിപ്പോവും. അപ്പോൾ നമുക്ക് മധുരം എന്തോരം വേണം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട്. അപ്പോൾ നമ്മൾ മധുരം ശർക്കരയൊക്കെ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചു. ഇനിയിപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി ശർക്കരയും നമ്മുടെ അവലും തേങ്ങാപ്പാലും ഇല്ലാണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് കുറുകി വരണം. നമുക്കങ്ങനെ അവലായതുകൊണ്ട് നമുക്കതിനകത്ത് പ്രത്യേകിച്ച് കഷ്ണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ശർക്കര ഒഴിച്ച് കഴിഞ്ഞാലും വീണ്ടും ഇതുപോലെ തന്നെയാണ്. നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ. അങ്ങനെ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചായിരുന്നല്ലോ. അപ്പോൾ ഇതേ നമ്മുടെ പായസം ഇത് നല്ലപോലെ വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. ഇതൊന്ന് കുറേ ഒന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ വേണം നമുക്ക് നമ്മുടെ 1ാം പാൽ ഒഴിക്കാനായിട്ട്. ഇത് നമ്മുടെ 2ാം പാൽ മാത്രം, 2ാം പാൽ ശർക്കരപ്പാനി അവലുമാണ് ഇട്ടേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് കുറുകി വരുമ്പോൾ വേണം നമുക്ക് ആ സമയത്ത് നമ്മുടെ 1ാം പാൽ ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ തിള വരുന്ന സമയത്തെല്ലാം ഇളക്കണമില്ല. നമ്മുടെ ചട്ടി ആയതുകൊണ്ട് പിടിക്കുകയില്ല, എന്നാലും നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെയല്ലേ വരുന്നത്. ഇച്ചിരി ഒന്ന് കുറുകി ഒരു പരുവാകുന്നോണ്ടും വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം.
അങ്ങനെ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചായിരുന്നല്ലോ. അപ്പോൾ ഇതേ നമ്മുടെ പായസം ഇത് നല്ലപോലെ വെട്ടിത്തിളയ്ക്കുന്നത്. ഇതൊന്ന് കുറേ ഒന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ വേണം നമുക്ക് നമ്മുടെ ഒന്നാം പാൽ ഒഴിക്കാനായിട്ട്. ഇത് നമ്മുടെ രണ്ടാം പാൽ മാത്രം, രണ്ടാം പാൽ ശർക്കരപ്പാനി അവലുമാണ് ഇട്ടേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് കുറുകി വരുമ്പോൾ വേണം നമുക്ക് ആ സമയത്ത് നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ തിള വരുന്ന സമയത്തെല്ലാം ഇളക്കണമില്ല. നമ്മുടെ ചട്ടിയായതുകൊണ്ട് പിടിക്കുകയില്ല. എന്നാലും നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പായസം കുറുകി വരുന്നുണ്ട്. അതായത് നമ്മുടെ പിന്നെ നമുക്കിതിനകത്തേക്ക് ഒരു 2.5 സ്പൂണ് ഏലക്കായും ജീരകവും ചുക്കും കൂടെ പൊടിച്ച് നമുക്കിട്ട് കൊടുക്കാവേ. ഇപ്പോൾ ഇതിങ്ങനെ പിടിക്കുമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പാലിനകത്ത്, തേങ്ങാപ്പാലിനകത്ത് വല്ലതും നമുക്ക് ഒഴിക്കാവേ. ഇത് ഞാൻ ഇത്രയും കൂടുതൽ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പഞ്ചസാര കൂട്ടി വെച്ച് പൊടിച്ചേക്കുന്നതുകൊണ്ടാണ് ഞാൻ അത്രയും കൂടുതലായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കട്ട പിടിക്കുമല്ലേ എല്ലായിടത്തും ആകുകയാണെന്ന് ആണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്ത് വെച്ചാൽ നമ്മൾ ആ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുള്ള അതിനകത്തേക്ക് ഇച്ചിരി തേങ്ങാപ്പാലിനകത്തേക്ക് കലക്കി അങ്ങ് ഒഴിച്ച് വെച്ചാൽ മതി. അപ്പം ഇതിനകത്ത് തിളയ്ക്കുമ്പോൾ ഇതായിക്കോളും. അതല്ല ഇനിയിപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും. 1 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണം. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ മധുരം ഇത്രയും 1 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ മധുരം ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ, നമ്മളൊന്ന് ചെടിച്ച് പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ മധുരമല്ലേ ശർക്കരയൊക്കെയാണ്, അപ്പോൾ നമ്മൾ ചെടിച്ച് പോയിട്ട് 1 പിഞ്ച് ഇടാവുള്ളൂ. പായസത്തിനകത്ത് ഒത്തിരി ഉപ്പൊന്നും കോരി ഇടരുത്. 1 പിഞ്ച് ഉപ്പിട്ട് കൊടുത്താൽ നമ്മുടെ ആ മധുരത്തിനെ കറക്റ്റായിട്ടൊന്ന് ബാലൻസ് ചെയ്ത് നിർത്തും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി അവൽ പായസം റെഡിയായി. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും കഷ്ണങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ. നമ്മളതിപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തെല്ലാം വറുത്തിടുമ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി പായസം റെഡിയാകും കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ഈ തേങ്ങാപ്പാൽ ഇതുകൊണ്ട് നമ്മൾ ഒന്നാം പാൽ എടുത്ത് വെച്ചിരിക്കും. നമ്മുടെ തേങ്ങാപ്പാലും കൂടെ നമുക്കൊന്ന് ഇളക്കിയിട്ട് അങ്ങോട്ടൊന്ന് ഒഴിച്ച് കൊടുത്തേക്കാം. ഇതുണ്ടോ നമ്മുടെ അവൽ പായസം റെഡിയായി. ഇനിയിപ്പോൾ ഇത് ഒന്ന് പയ്യെ തിള വരുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഒത്തിരി തിളക്കരുത്. ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമ്മൾ സംഭവം തീ അങ്ങ് ഓഫ് ചെയ്തേക്കുന്നു. നമ്മൾ ഒന്നാമത്തെ ഈ ചട്ടി ആയതുകൊണ്ട് ഇത് ചൂടായി ഭയങ്കരമായിട്ട് ചൂടാവും. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്നതെന്നൊന്നും ആരും ഓർക്കേണ്ട. ഇതിപ്പോൾ പായസമല്ലേ, ഇതങ്ങോട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ ഇത് കുറുകിക്കോളും. ഈ പായസം നാളെയൊക്കെ ഒന്ന് കുടിക്കണം. അടിപൊളി ടേസ്റ്റാണ്. മധുരമൊക്കെ കറക്റ്റാണ്. നമുക്ക് വീണ്ടും ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ പയ്യെ തിക വരുമ്പോഴത്തേക്ക് നമ്മുടെ പായസം ഇങ്ങനെ പിരിഞ്ഞു പോകും. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പിരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ പയ്യെ ഇങ്ങനെ ചൂടായി തിക വരുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് വറുത്തിടാനുള്ള സാധനങ്ങളൊക്കെ വറുത്തിട്ട് കഴിയുമ്പോൾ നിമിഷ നേരം കൊണ്ട് നമ്മുടെ അവൽ പായസം റെഡിയായി. ഇത് ചട്ടിക്കകത്തായതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. നമ്മൾ വേറെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉരുളിയൊക്കെയാണ് പെട്ടെന്ന് റെഡിയാകും കേട്ടോ. അപ്പോൾ നമ്മുടെ പാലിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്തിപ്പം ഇങ്ങനത്തെ ഈ പായസം വെക്കണമെന്നൊന്നുമില്ല. അവൽ കൊണ്ട് നമുക്കിങ്ങനെ നമ്മുടെ പശുവും പാലൊഴിച്ച് നമുക്ക് പഞ്ചസാര ഇട്ട് വേണേലും എടുക്കാം. പിന്നെ പഞ്ചസാരക്കാരും നല്ലത് നമ്മുടെ ശർക്കരയാണല്ലോ എന്നോർത്തുകൊണ്ടാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അവിടെ ഇതിപ്പോൾ പാല് തിളപ്പിച്ച് അതിനകത്തേക്ക് ഇട്ട് പഞ്ചസാരയും കൂടെ ഇട്ട് ഇളക്കി എടുത്ത് കഴിഞ്ഞാലും പായസം റെഡിയാണ്. എങ്ങനെ വേണമെങ്കിലും പാൽ പായസമായിട്ട് വെക്കാം, അവൽ ഇങ്ങനെ ശർക്കര പായസമായിട്ട് വെക്കാം, എങ്ങനെ വേണേലും ഇത് വെക്കാം കേട്ടോ. അവലുകൊണ്ട് വെളുത്തിരിക്കുന്ന പായസം വേണേൽ അങ്ങനെ അത് ഇപ്പോഴത്തെ പാൽ പായസമായിട്ട് അങ്ങനെ വെക്കാം. എങ്ങനെയാണെങ്കിലും എളുപ്പമാണ്, പെട്ടെന്ന് പരിപാടിയും തീരും, അടിപൊളി ടേസ്റ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ പായസം നല്ലപോലെ ആ ഒന്നാം പാലൊഴിച്ച് പതിയെ തികയൊക്കെ വരുന്നുണ്ട്. ഇതേ നമ്മൾ സ്റ്റൗ ഓഫാക്കി വെച്ചു. അല്ല ഇനിയിപ്പം ഇതിങ്ങനെ കിടന്ന് തിളച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ പാലൊഴിച്ചല്ലേ കൊണ്ട് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒത്തിരി അവിടെ കിടന്ന് തിളയ്ക്കേണ്ട. ഇങ്ങനെ അങ്ങ് തിക വരുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫാക്കി നമുക്ക് അടുപ്പിൽ തന്നെ വെക്കാം. ഇനി എന്നിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇച്ചിരി നെയ്ക്ക് അരച്ചിരി തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും എല്ലാം ആണെങ്കിൽ വറുത്തിടാവേ. പായസത്തിന് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനിതേ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനൊരു 1.5 സ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തു. 1 കൈ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാവേ. ഇത്രയും ഉണക്ക മുന്തിരിങ്ങ ഇട്ട് കൊടുത്തു. അത് നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇത് നമ്മുടെ ഉണക്കമുന്തിരിങ്ങ വറുത്തു.
ഇത് ഞാൻ അതിങ്ങനെ കോരിയെടുക്കുവാണേ. ഇനി നമുക്ക് ആ നെയ്ക്കകത്തേക്ക് തന്നെ നമുക്ക് നമ്മുടെ കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്കതിട്ട് കൊടുക്കാതെ. അത് ഞാൻ എൻ്റെ ഒരു കൈക്കകത്ത് ഒരു കൈയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് വേണ്ടിയവർക്ക് കൂടുതലിടാം, കുറച്ച് വേണ്ടിയവർക്ക് കുറച്ചിടാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിടാവേ. ഇത് നെയ്ക്കകത്തിട്ടൊന്ന് നമുക്കൊന്ന് ചോപ്പിച്ച് മൂപ്പിച്ചിങ്ങനെ. അതും നമ്മുടെ ഈ കപ്പലണ്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ആ മുന്തിരിങ്ങയുടെ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് അങ്ങോട്ട് കോരി വെക്കാതെ കോരി മാറ്റി വെക്കാം. ഇതൊക്കെ ഒത്തിരി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കൊള്ളുകയില കൊണ്ട് ഒരു കരിച്ചോറ ചോദിക്കുന്നത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ തേങ്ങാക്കൊത്താണ്. ഞാൻ ഒരു കൈ തേങ്ങ കൊത്തി ഇതുണ്ട് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്തേക്ക് നെയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കും. അത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ചുമക്ക വറുത്ത് കോരാറേ. നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ലപോലെ ഒന്ന് ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ നമ്മുടെ പായസത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവേ. നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ നമുക്ക് നമ്മുടെ പായസത്തിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇതങ്ങനെ നമ്മുടെ അടിപൊളി അവൽ പായസം സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള നല്ല അടിപൊളി അവൽ പായസം റെഡിയായി. ഞാനൊരു ശകലം ഒന്ന് കുടിച്ച് നോക്കട്ടെ. നമുക്കിതിനകത്തിപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ ആ വറുത്തിട്ടത് മാത്രമേ ഉള്ളൂ, വലിയ കഷ്ണങ്ങളൊന്നുമില്ല. നമുക്ക് ഇച്ചിരി തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി കുടുങ്ങപ്പം നോക്കിയാൽ നമുക്ക് വറുത്തിട്ട് അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും ഒക്കെ മാത്രമേ ഉള്ളൂ. നമുക്ക് കടിക്കാനൊക്കെ ആ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പൊക്കെ അടിപൊളി പായസം കേട്ടോ. നല്ല സൂപ്പറാണ്, മധുരം കറക്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു.